ദിവസം നീണ്ട കേരള സ്കൂൾ കായികമേള. 12 വിവിധ വേദികൾ സാക്ഷിയായത് വീറും വാശിയും നിറഞ്ഞ കൗമാര കായിക കുതിപ്പിന്. 20,000-ലധികം കായിക താരങ്ങൾ മാറ്റുരച്ച സ്കൂൾ കായികമേളയിൽ തിരുത്തപ്പെട്ടത് വർഷങ്ങൾ പഴക്കമുള്ള റെക്കോർഡുകൾ അടക്കം അനവധി. വികാരഭരിതമായ രംഗങ്ങൾക്കും സാക്ഷിയായി ഈ കായിക മാമാങ്കം. 2025 സ്കൂൾ കായികമേളയിലെ റെക്കോർഡുകളിലേക്ക് നോക്കിയാൽ വേഗരാജാവും വേഗറാണിയും എത്തിയത് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്ന്. കൊച്ചി മീറ്റിലെ ജൂനിയർ ചാമ്പ്യനായിരുന്ന ജെ നിവേദ് കൃഷ്ണയാണ് ഇത്തവണ സീനിയർ വിഭാഗത്തിൽ വേഗരാജാവായത്. 12.11 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തായിരുന്നു ആദിത്യ അജി വേഗറാണിപ്പട്ടം ചൂടിയതും. 1988 കുറിക്കപ്പെട്ട മീറ്റ് റെക്കോർഡ് തിരുത്തിയാണ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയുടെ അതുൽ സ്വർണം നേടിയത്. പെൺകുട്ടികളുടെ സബ് ജൂനിയർ വിഭാഗത്തിലാണ് മറ്റൊരു റെക്കോർഡ് കുറിക്കപ്പെട്ടത്. ഇടുക്കിയുടെ ദേവിപ്രിയ 12.69 സെക്കൻഡിൽ ഓടിക്കയറി 1987 റെക്കോർഡ് തകർത്തു. ട്രാക്കിൽ മാത്രമല്ല, ഫീൽഡിലും പിറന്നു പുത്തൻ റെക്കോർഡ്. ഡിസ്കസ് ത്രോയിൽ കാസർഗോഡുകാരി സോന എറിഞ്ഞു തകർത്തത് 8 വർഷം മുമ്പ് കുറിക്കപ്പെട്ട മീറ്റ് റെക്കോർഡ്. ജൂനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ ഫൈനലിൽ വേഗതാരമായ ദേവനന്ദ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സർജറി വരെ പറഞ്ഞിരുന്നു. എന്നിട്ടും മീറ്റിൽ പങ്കെടുക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്നെത്തി. അങ്ങനെ ആ സ്വർണ്ണ പതക്കത്തിലും മുത്തമിട്ടു. 100 മീറ്ററിന് പുറമെ 200 മീറ്ററിലും സ്വർണം നേടിയ ദേവനന്ദയ്ക്ക് നല്ലൊരു വീട് എന്ന സ്വപ്നവും സഫലമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പെൺകുട്ടികളുടെ സബ് ജൂനിയർ 200 മീറ്ററിൽ 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് പഴങ്കഥയാക്കിയ ഇടുക്കിയുടെ ദേവിപ്രിയ. അവൾക്ക് ഈ റെക്കോർഡുകൾ കൊണ്ടുപോയി വെക്കാൻ ഒരു വീടില്ല എന്ന അധ്യാപകന്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രതികരണം. അങ്ങനെ വൈകാരിക നിമിഷങ്ങൾക്കും ഈ സ്കൂൾ കായികമേള സാക്ഷിയായി. ഇത്രയൊക്കെ നേട്ടങ്ങൾ കൊയ്യുമ്പോഴും റെക്കോർഡുകൾ കുറിക്കപ്പെടുമ്പോഴും അത്ലറ്റിക്സിൽ കേരളത്തിന്റെ അവസ്ഥയിൽ ദുഃഖമെന്ന് മുൻ ഇന്ത്യൻ അത്ലറ്റായ പത്മിനി തോമസ് പറഞ്ഞു വെക്കുന്നു. കേരളം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ്. നമുക്ക് ഇവിടെ ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ആണ് മുൻകൈ എടുക്കേണ്ട എല്ലാത്തിനും. ഈ ഫെസിലിറ്റീസ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് സ്റ്റേഡിയം, ഒറീസയിലൊക്കെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം വന്നു. നമുക്കൊക്കെ ഇപ്പം അവരൊക്കെ എന്ത് വലുതായി പോയി. നമ്മൾ ഇന്നും താഴോട്ട് പോവുകയാണല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്കുണ്ട്. പത്മിനി തോമസ് പറഞ്ഞതുപോലെ ട്രാക്കുകളുടെ ശോചനീയ അവസ്ഥ, റിലേ ബാറ്റൺ ഇല്ലാതെ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുന്ന സാഹചര്യം, അങ്ങനെ ഇപ്പോഴും കായിക താരങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും ഏറെയാണ്.